2 ദിവസമായിട്ട് ഈ സ്റ്റുഡൻസിന്റെ പ്രതിഷേധമൊക്കെയാണല്ലോ ഇവിടെ നടക്കുന്നത്. ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ ഒരുപാട് സെലിബ്രിറ്റീസുകളൊക്കെ പ്രതികരിച്ച് രംഗത്ത് വരുന്നു. ഇവർക്കൊക്കെ 3-4 ദിവസം വേണ്ടി വന്നു പ്രതികരിക്കാൻ. കാര്യം പേടി, അത്രേ ഉള്ളൂ. സംഭവം എന്താണെന്ന് വ്യക്തമായിട്ട് കുറെ പേർക്ക് അറിയില്ല, അല്ലെങ്കിൽ പേടി. ആകെ പ്രതികരിച്ചത് ആ ടോവിനോ തോമസ് ആണ്. ആ ടോവിനോ തോമസിനാണെങ്കിൽ എല്ലാവരും കൂടി പറഞ്ഞ് ഒരു മൂലയ്ക്ക് ഇരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ 3-4 ദിവസത്തിന് ശേഷം പേളി മാണി ഒരു പ്രതികരണവുമായി എത്തി. ഇപ്പൊ നടക്കുന്ന ഈ ഒരു പോരാട്ടത്തിൽ സ്റ്റുഡൻസിന് പക്ഷമാണ് താൻ നിൽക്കുന്നതെന്നും സമാധാനപരമായ പോരാട്ടത്തിലാണ് താൻ വിശ്വസിക്കുന്നതെന്നും, അതായത് അനീതിയും അക്രമാസക്തവും ആര് ചെയ്താലും അതൊന്നും സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല താൻ എന്ന രീതിയിലാണ് പേളി പങ്കുവച്ച ഈ പോസ്റ്റ്. അതായത് സ്റ്റുഡൻസിന് സപ്പോർട്ട് ചെയ്യുന്നു, CJPക്കോ മറ്റു ആർക്കോ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇത് പലരെയും ചൊടിപ്പിച്ചു. അതായത് 3-4 ദിവസം വേണ്ടി വന്നോ ഈ ഒരു കാര്യത്തിന് പ്രതികരിക്കാൻ. പിന്നെ പേളിയെ കുറിച്ച് പറയുന്നവരെ എല്ലാം പേളി ഇപ്പൊ ബ്ലോക്ക് ചെയ്യാണ്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയണം. പേളിക്കുള്ള അതേ സ്വാതന്ത്ര്യം മറ്റുള്ളവർക്കുമുണ്ട്. എന്താണ് പറയുന്നത്? ഫ്രീഡം ഓഫ് സ്പീച്ച്. പക്ഷെ പേളി പറയുന്നതിന് ആരെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്തോ എന്തെങ്കിലും ചെയ്താൽ അവരെല്ലാവരെയും ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കുത്തിയിരുന്ന് ബ്ലോക്ക് ചെയ്യാണ്. ഇതിനും മാത്രം സമയം എവിടെ നിന്ന് കിട്ടുന്നത്? എനിക്കൊരു പേളിയുടെ PR ടീമായിരിക്കും. ഇത്രയും അധികം വിമർശനമൊക്കെ ഉയർന്നതിന് ശേഷം പേളി മറ്റൊരു പോസ്റ്റുമായി എത്തി. അതായത് സോഷ്യൽ മീഡിയയിൽ താൻ പങ്കുവച്ചത് തന്റേതായ അഭിപ്രായം മാത്രമാണ്. ചിലർക്ക് അത് കുരുപൊട്ടിയവർക്ക് തന്റെ 2 മക്കളെ കുറിച്ച് ചോദിക്കുന്നു, അവർക്കൊക്കെ സുഖമാണോ എന്ന് ചോദിക്കുന്നു. ചില തരത്തിലുള്ള ഭീഷണിയുടെ സ്വരങ്ങളാണ്. പക്ഷെ ആദ്യം ആ 2 മക്കളുടെയും അമ്മയെ നിങ്ങൾ തൊടണം. അതിനുപോലും പറ്റില്ല. ഇത് പേളി മാണിയാണ് എന്ന തരത്തിൽ ഭയങ്കരപ്പെട്ട ഒരു വീരവാദമൊക്കെ അടിച്ച് പേളി എത്തിയിട്ടുണ്ട്. എന്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, പേളി ഈ ഒരു കാര്യത്തെക്കുറിച്ച് പേളിയുടേതായ സ്വന്തമായ അഭിപ്രായം പറഞ്ഞു. മറ്റുള്ളവരും ഇത് തന്നെയാണ് പറയുന്നത്. പേളിക്കെതിരെ സംസാരിക്കുന്നവരെ പേളി ബ്ലോക്ക് ചെയ്യുകയാണ്. എന്തിന്? നടിയായ മഞ്ജു വാര്യർ, കേരളത്തിൽ നിന്നും വിട്ടിപ്പോ തമിഴ് നായികയാണല്ലോ, നടിയായ മഞ്ജു വാര്യർ പോലും ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് ഇപ്പോഴാണ്. മമ്മൂട്ടിയും എല്ലാവരും 2-3 ദിവസം കഴിഞ്ഞ് മാത്രമേ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുള്ളൂ. അതായത് കൂടുതലും സ്റ്റുഡൻസിന് വേണ്ടിയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലാതെ കണ്ട കൂറ പാർട്ടിക്ക് വേണ്ടി ആയിരിക്കില്ല. ഈ കൂറ പാർട്ടി എന്ന് പറയുന്നത് ഏതാണെന്ന് അറിയാലോ? CJP. ഇവന്മാരാണ് ഈ ഒരു പ്രശ്നത്തിന് ഇത്രയും രീതിയിൽ വഷളാക്കി മാറ്റിയത്. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? താഴെ മറക്കാതെ കമന്റ് ചെയ്യുക. അപ്പം ഈ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.